നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം ഭയം, ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ അത്തരം മാനസിക അവസ്ഥയിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. അതായത് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവസാനിപ്പിച്ച് മറ്റ് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് സ്വീകരിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ മാറ്റത്തിൻ്റെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ വലിയ സങ്കടമായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും കണക്കാക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെടേണ്ടതില്ല. അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരാമെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക. ഇവിടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറാവുന്ന ആളുകളെയാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ്. ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ആത്മവിശ്വാസം, ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ, അനാവശ്യ ചിന്തകൾ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു സാമ്പത്തിക ഭദ്രത വന്ന് ചേരുന്നതിനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മുമ്പ് നിങ്ങൾ പരിശ്രമിച്ച് ലക്ഷ്യം കാണാതെ വന്ന് ഉപേക്ഷിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടിയെത്തുന്നതാവാം. അതല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാവാം. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ചില വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, റിലേഷൻഷിപ്പിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളവിടെ നിരപരാധിയായിരിക്കാം, മറ്റുള്ളവരുടെ ഭാഗത്തെ തെറ്റുകൊണ്ടായിരിക്കാം നിങ്ങളിൽ അത്തരമൊരു മനോഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി തന്നെ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിക്കുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് മാപ്പ് നൽകാനായിട്ട് തയ്യാറാവുന്നതാവാം. അപ്പോൾ എന്തായാലും
നിങ്ങൾക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് നിങ്ങൾ. എത്ര നേട്ടങ്ങൾ അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ നിങ്ങൾ എത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതേപോലെ തന്നെ അഭിമാനികളായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ അഭിമാനത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്, നിങ്ങളിൽ പല ആളുകൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മക്കളുടെ വിവാഹമാകാം, അവർക്ക് ജോലി ലഭിക്കുന്നതാവാം, അതല്ലെങ്കിൽ വീട്, സ്ഥലം ഇവയൊക്കെ ഉണ്ടാവുന്നതാവാം. അപ്പോൾ അതിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതാണ്. നിങ്ങളിലുള്ള കഴിവും ശക്തിയുമെല്ലാം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ പല കാരണങ്ങളാൽ നിങ്ങളുടെ ആ ഒരു യാത്ര തടസ്സപ്പെടുന്നു. അതുപോലെ തന്നെ പലർക്കും പലതിൻ്റെയും പേരിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. ഇത്തരത്തിൽ പലവിധ തടസ്സങ്ങൾ മൂലം ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ നിങ്ങളിൽ പലരിലും ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് തടസ്സങ്ങളൊന്നുമില്ലാതെ വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിൽ വരാൻ പോകുന്നു എന്ന് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട്. വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. എല്ലാം നന്നായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.